സീറ്റ് ചർച്ചകൾ ഗംഭീരമായി മുന്നോട്ട് പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മന്ത്രിമാരെ മത്സരിപ്പിക്കാനാണ് CPIയിൽ ധാരണ. 3 ടേം പൂർത്തിയാക്കിയ 6 CPI MLA-മാരെ മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിക്കും. തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ CPI എക്സിക്യൂട്ടീവ് യോഗം ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത മാത്രമാണ് CPI മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ 4 മന്ത്രിമാരെ മത്സരിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ധാരണയിലേക്കാണ് CPI നേതൃത്വം എത്തുന്നത്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് യോഗങ്ങളും എല്ലാം തന്നെ ചേരുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം പ്രാഥമികമായി ഇങ്ങനെയാണ് വിലയിരുത്തലെങ്കിൽ പോലും പാർട്ടിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം K. രാജൻ മാത്രമാണ് 2 ടേം പൂർത്തിയാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും 1 ടേം മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരവസരം കൂടി നൽകാമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ട്. ഒപ്പം തന്നെ 3 ടേം പൂർത്തിയാക്കിയവരെയും അതോടൊപ്പം തന്നെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്ത ചില MLA-മാരെയും ഒഴിവാക്കുന്നതിനെ കുറിച്ചും പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സിറ്റിംഗ് MLA-മാരായ 6 പേരെയാണ് മാറ്റുന്നത്. 3 ടേം പൂർത്തിയാക്കിയവരെ, പ്രത്യേകിച്ചും കാഞ്ഞങ്ങാട് നിന്നുള്ള E. ചന്ദ്രശേഖരൻ, നാദാപുരം MLA EK വിജയൻ, ചിറയൻകീഴ് MLA V. ശശി, ചാത്തന്നൂര് GS ജയലാല്, അടൂരിൽ നിന്ന് ചിറ്റയം ഗോപകുമാർ, പുനലൂർ PS സുബാൽ എന്നിവരെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഒഴിവാക്കാം. അവർ 3 വട്ടം മത്സരിച്ച് ജയിച്ചവരാണ്. ഒഴിവാക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടേം വ്യവസ്ഥ കർശനമായി പാലിക്കാനാണ് CPIയുടെ ഒരു തീരുമാനം. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്ക് അവസരങ്ങൾ ലഭിക്കും, യുവാക്കളായിട്ടുള്ള നേതാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രാഥമികമായി ഓരോ സ്ഥലങ്ങളിലെയും പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. 25 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ CPI മത്സരിച്ചത്. അതിൽ 17 സീറ്റുകളും നേടുകയുണ്ടായി. ഈ പല സീറ്റുകളും അവർക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 ടേം വ്യവസ്ഥ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ CPI നേതൃത്വം എത്തിയിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക ചർച്ചകൾ നാളെ നടക്കുന്ന നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.